പരിപാടി നമസ്കാരം. വളരെ സന്തോഷം. വന്നിരിക്കുന്ന മൂന്നാമത്തെ പ്രാവശ്യമായി ഞങ്ങൾക്ക് ഭാഗ്യം സർവ് ചെയ്യാൻ പറ്റിയ വലിയൊരു സന്തോഷമുണ്ട്. എൻ്റെ ആഗ്രഹം മാതിരി ഇത് പത്മനാഭസ്വാമിയാണെങ്കിലും അദ്ദേഹത്തിനോടുള്ളൊരു എന്താ പറയുക, ഗുരുവായൂരപ്പൻ ശാസ്താവ് എല്ലാവരോടുള്ള കടപ്പാട് മാതിരി തന്നെ എനിക്ക് ഇതായിട്ട് മുമ്പിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. വളരെ വളരെ സന്തോഷം. ഭാഗ്യം എന്ന് പറഞ്ഞു, ഞങ്ങൾക്കും ഒരു ഉദരഭാഗ്യമുണ്ട് ഇതൊക്കെ കഴിക്കാനായിട്ട്. എത്ര കേമമായിട്ടുള്ള കൈവിരുന്നാണ് ഇദ്ദേഹം നയിക്കുന്ന എല്ലാ രീതിയിലും. വളരെ സ്വാദായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ബാനറിൽ നിന്ന് വരുന്നതെല്ലാം ഇതുവരെ. എന്താ കഴിച്ചതിൻ്റെ അനുഭവം? ഇതുവരെ ഇപ്പോൾ പുളിശ്ശേരി കഴിച്ചു, സേവ കഴിച്ചു. അങ്ങനത്തെ ഒരു സേവ പുളിശ്ശേരി ഞാൻ കഴിച്ചിട്ടില്ല. സേവയും പുളിശ്ശേരിയൊക്കെ ഞാൻ ധാരാളം കഴിച്ചിട്ടുള്ളതാണ്. ഒരു പുതുമയല്ലല്ലോ. പക്ഷെ ഇങ്ങനൊരു പുളിശ്ശേരി ഈയിടെ പോലും കൊട്ടാരത്തിൽ വെച്ച് ഞാൻ പറയുണ്ടായിരുന്നു സേവ പുളിശ്ശേരിയുടെ കാര്യം. പിന്നെ മാമ്പഴ പുളിശ്ശേരി അതും അതുപോലെ ഒന്നിനൊന്ന് മെച്ചം എന്ന് വേണം പറയാനായിട്ട്. വളരെ സന്തോഷം. നമ്മളും അതേമാതിരി ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളവിടെയുള്ള ഇപ്പോൾ കിച്ചണിലാണെങ്കിലും അവരൊക്കെ നമ്മൾ വളരെയധികം നമ്മൾ പഴയ കാലത്ത് പറയില്ലേ ശുദ്ധം അത്രയും. അപ്പം നമ്മളെന്നും പറയണമെന്നറിയോ, നിങ്ങൾ കഴിക്കാനല്ല, അത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എന്നും പ്രാർത്ഥിച്ച് വേറെ ആർക്കെങ്കിലും ആഹാരം കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഭഗവാന് ഇപ്പം നിവേദിക്കണം. എന്താ അത്രയും നിങ്ങളെ ആ സ്നേഹത്തോടു കൂടിയാണ് ഉണ്ടാക്കണം. അതായിരിക്കും ഒരു പക്ഷേ. അതെ, ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു പ്രാസം ഒപ്പിച്ച് പറയുകയാണെങ്കിൽ പാഷൻ നോട്ട് എ ഫാഷൻ, എ വിഷൻ ആൻഡ് എ മിഷൻ. ഇറ്റ് ഈസ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം നമുക്ക് ആ വിഷനും പാഷനും ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. അതും തൃശ്ശൂർ ഇവിടെ തന്നെ തുടങ്ങാൻ പറ്റും. അതെ, ഇവിടെ അഫ്കോഴ്സ് ഇവിടെ ഐഡിയലാണ്. ഏത് രീതിയിൽ നോക്കുകയാണെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റലും പിന്നെ ഇത്ര അടുക്കലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ അടുക്കൽ ഒരുപാട് വെജിറ്റേറിയനിസത്തിന് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലം. ബിക്കോസ് ഓഫ് ഓൾ ദ ടെമ്പിൾസ് സറൗണ്ടിങ് ദ ഏരിയ, ബിഗ് ആൻഡ് സ്മോൾ. പക്ഷെ ഒരു ഇദ്ദേഹം മെമ്പ്രാന്തരിയാണല്ലോ, അപ്പോൾ അമ്പലവാസി. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ ഒന്ന് വരാൻ ഒരു ആഗ്രഹം വന്നത്? അല്ല, അത് ഞാൻ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ ഇപ്പം എന്ത് കൂട്ടുകുടുംബമായിരുന്നു, 10-25 പേര് നമ്മൾ തറവാട്ടിൽ. അപ്പം നമുക്കൊരു റോൾ എന്തായാലും മാസത്തിലൊരു 3 ദിവസം അമ്മയെ സഹായിക്കണം, അല്ലെങ്കിൽ ആരെയും സഹായിക്കുന്ന റോൾ എന്തായാലും വരും. അപ്പം അന്ന് തൊട്ട് തന്നെ എനിക്കൊരു വലിയ നമ്മുടെ ഈ സദ്യകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഊണ് കഴിക്കുക. എൻ്റെ അച്ഛനൊക്കെ ഊണ് കഴിച്ചിട്ടും അച്ഛൻ്റെ മോതിരം ഇതാണ് അച്ഛൻ്റെ. അപ്പോൾ അച്ഛന് പായസം കഴിച്ചിട്ട് മോതിരം വീട്ടിലിറങ്ങിയപ്പോൾ വീട്ടിൽ അത്രയും ആഹാരഭ്രാന്തനാണ്. അച്ഛൻ്റെ വിഷനും കൂടി അത്. അച്ഛനൊക്കെ ഇല്ലെങ്കിലും ഒരു പ്ലാവുണ്ട്, ഒരു തെക്കേ പ്ലാവ് എന്ന് പറയും, ചില ചക്കയാണ്. അപ്പം അതിൻ്റെയാണ് ഈ വ്യത്യാസമുണ്ട്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചക്കയെ അച്ഛൻ പണ്ടേ തൊട്ട് ആഗ്രഹം. ഞാൻ ചൈനയിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ വീടൊക്കെ വരുമ്പോൾ പറയും, അത് നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹം അവസാനം നിന്ന സ്ഥലം, അതായത് ഓർമ്മ പോയി, അവസാനം അച്ഛനൊരു തെങ്ങ് വെച്ചിട്ടായിരുന്നു. അത് കൊലച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിന്ന് കാണണം. കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന സ്ഥലത്താണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ കുറേ പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര. പഴയ തറവാട്ടിൽ തന്നെയാണോ? തറവാട്ടിൽ അമ്മയുണ്ട് തന്നെയാണ്. അപ്പം അതും കൂടി കാരണം അമ്മ ഒറ്റയ്ക്കാണ്. അപ്പം അമ്മ അവിടെ ഉണ്ട്, അപ്പോൾ സൈഡിൽ കിച്ചണായി. അപ്പം എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ടും കാര്യമായി. പിന്നെ മുമ്പ് തന്നെ ഭഗവതി അമ്പലം. അപ്പം ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നതും വളരെ വിശ്വാസമല്ല. അത് പല ചില നമ്മുടെ ആഹാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആരും നമ്മുടെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനൊരു സന്തോഷം. പിന്നെ ഇത്രയും പ്രൊഡക്ട്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഫ്രഷ് ഫുഡും. ഞങ്ങൾക്ക് 11 പേസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചട്നീനൊക്കെ നമ്മൾ ജിഞ്ചർ ടാമറിൻഡ് എക്സ്പോർട്ടിൻ്റെ പുളിയോദര. അതെ 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 പേസ്റ്റ്. ഇത് നമ്മുടെ കൈഫയ്ക്ക ഇല്ലേ, ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയില്ലേ ആയുർവേദത്തിൽ പറഞ്ഞ ഷഡ്രസം. എല്ലാ രസങ്ങളും 6 തരം രസങ്ങളുമുള്ള പണ്ട് പറയാ ഉപ്പിലിട്ടായിട്ട് ഉപ്പിലിട്ടായിട്ട്. ഇത് റെഡി ടു ഈറ്റ് ആണ്. അതെ, ഇത് മിക്സ് ആണ്. ഇത് നമ്മുടെ പുളിയിഞ്ചി, ഇതും നമ്മുടെ നെല്ലിക്ക, ഇത് ടൊമാറ്റോ ചട്നി. ഇതൊക്കെ നമുക്കിത് ഇതൊക്കെ റെഡി ടു ഈറ്റ് ആണ്. ഇതെല്ലാം ഇത് പിന്നെ രസം, ടൊമാറ്റോ രസം, ദാൽ രസം. ഇത് ടൊമാറ്റോ രസം. ഇത് നമ്മുടെ സാമ്പാർ പേസ്റ്റ്. ഇത് നമ്മുടെ കാളൻ. ഇതാണ് നമ്മുടെ ശരിക്കും ഏറ്റവും നന്നായിട്ട് പോകുന്നത്. കാരണം ഇതിപ്പോൾ എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ഓൺലൈനിലും ഇത് അവൈലബിൾ അല്ല.
പേസ്റ്റ് ആയിട്ട്. ഇതിപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ അവർ ഇങ്ങനെ യോഗട്ട് യെല്ലോ പേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിധി വരെ ഇത് കാളൻ കുറുക്കി ഉണ്ടാക്കി എന്തുണ്ട്? ഐസ് മെഷീനിൽ വെച്ച് അല്ല ഇത് ഒന്നും ചെയ്യണ്ട. ഇതില് മറ്റേ ചേനയും കായൊക്കെ ഉണ്ട്. ഇത് നാളികേരം ഈക്വൽ ക്വാണ്ടിറ്റി നാളികേരം ജീരകം ഇതിട്ടിട്ട് മിക്സ് ചെയ്യണം, വറുത്തിടുന്നു സാധാരണ. ഇവിടെ നമ്മൾ ഈ കുറുക്കാൻ നിൽക്കണ്ട. കുറുക്കിയിട്ടുള്ള അവിടെ കുറുക്കി ആ വെക്കാറുണ്ട്. നമ്മൾ പണ്ട് കുറുക്കി വെക്കാറുണ്ട്. ഇതിന് പ്രത്യേകം പാർലിക്കാട് ഗോശാലയുണ്ട്. അതെ, രാമചന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ ഗോശാലയെ പറ്റി. അപ്പൊ അവരുടെ മോര് നമ്മളെ വാങ്ങുന്നത്, അതായത് നാടൻ പശുവിന്റെ അല്ല, അത്ര മോര്. മതിയാവുമോ? അല്ല, ഞങ്ങൾക്ക് ഇനിയും വേണം. പക്ഷെ ഞങ്ങൾ സ്റ്റാർട്ടിങ് ആണ്. കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ആ കാളനത്. അപ്പൊ അതിന്റെ ചില ഗുണങ്ങൾ, പിന്നെ സാമ്പാർ വേസ്റ്റ്, രസം വേസ്റ്റ്, പക്ഷെ അതൊക്കെ നിൽക്കുമോ? ഇത് നമ്മളൊരു ഞാൻ അന്ന് നമ്മളോട് പറഞ്ഞത് റിട്രോട്ട് പ്രോസസ് ഉണ്ട്. നമ്മൾ ഓട്ടോ സ്റ്റെറിലൈസ് ചെയ്യണം. അതൊക്കെ സാമ്പാർ പേസ്റ്റ് ഒക്കെ എത്ര കാലം നിൽക്കും? ഇത് ശരിക്കും 2 years സർട്ടിഫൈഡ് ആണ്. വീടേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ? ഓപ്പൺ ചെയ്യല്ല, ഓപ്പൺ ചെയ്യാണ്ടിരുന്നു. ഓപ്പൺ ചെയ്താൽ യു കീപ് ഇറ്റ് റെഫ്രിജറേറ്റഡ്. How long? 1 For week how long? to 10 days. I kept it for more than 1 month. No issues.